ശ്രീ സന്ദീപ് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നിരുന്ന് 7 വർഷം 8-ാം വർഷമാകാൻ പോകുന്നു. ഇങ്ങനെ കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരല്ല ഈ സാംസ്കാരിക പ്രവർത്തകരോ എഴുത്തുകാരോ ഒന്നും. അവരെല്ലാവരും ദിനേന വന്ന് രാഷ്ട്രീയ വിമർശനം നടത്തുന്നവരുമല്ല. MT എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലീലാവതി വല്ലപ്പോഴും അല്ലെ കവിതകളിലൂടെയാണ് പ്രതികരിക്കാറ്. മണിപ്പൂരിലെ സ്ത്രീകൾ ദുരവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് എഴുതിയ വരികൾ പോലും. അത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പെൺകുട്ടിയുടെ മുടിക്ക് ബൂട്ടിട്ട് ചവിട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ കേരളം കാണുമ്പോഴാണ് ആ വിമർശനം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഉണ്ണി പകർത്തിയ ഒരു ചിത്രം, ഒരു സമരത്തിന് വന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ജനനേന്ദ്രിയത്തിൽ കടന്നു പിടിക്കുകയാണ് ഒരു പോലീസുകാരൻ. അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരം മനുഷ്യത്വരഹിതമായ പെൺകുട്ടിയുടെ വസ്ത്രമടക്കം വലിച്ചു കീറി കളയുന്നുണ്ട്. പിറ്റേ ദിവസം പറയുന്നത് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, നടുവേദനയാണ് എന്നാണ്. ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ പീഡനങ്ങൾ സർക്കാരിന്റെ മെഷീനറി ഉപയോഗിച്ച് നടത്തപ്പെടുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ അമ്മയെ പോലെ കാണുന്ന ലീലാവതി ടീച്ചർക്ക് ഇത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ആ വിമർശനം കാര്യക്ഷമമായി ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നിടത്ത് അവസാനിക്കുമോ, അതോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് കേരളത്തിന് ഉറപ്പ് തരാൻ ഇവർക്ക് കഴിയുമോ? ഇവിടെ ശ്രീ MT വാസുദേവൻ നായർ ഉയർത്തിയിട്ടുള്ള വിമർശനം, ആ വിമർശനം അത് തങ്ങൾക്കെതിരെയുള്ള വിമർശനമാണെന്ന് ഉൾക്കൊള്ളാൻ ഈ നിമിഷം വരെ CPM-നോ മുഖ്യമന്ത്രിക്കോ സാധിച്ചിട്ടില്ലല്ലോ. MTയെ പോലെ കേരളം ആദരിക്കുന്ന, മലയാളികൾ തങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ സാഹിത്യകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ ഇത്തരമൊരു വിമർശനം ഉന്നയിച്ച്, മുഖ്യമന്ത്രി ഉള്ള വേദിയിലാണല്ലോ വിമർശനം ഉന്നയിച്ചത്, സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി പറയാമായിരുന്നു. മുഖ്യമന്ത്രി ഈ നിമിഷം വരെ ഇത് സംബന്ധിച്ച് ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയാണ് വാസ്തവത്തിൽ ഇത് സംബന്ധിച്ചുള്ള MTയോടുള്ള പ്രതികരണം നടത്തേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ അതിന് പകരം ഞങ്ങളെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് MTയുടെ വിമർശനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു പരിശ്രമം CPM-ന്റെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലീലാവതി ടീച്ചറുടെ ഭാഗത്തുനിന്ന്, M മുകുന്ദൻ്റെ ഭാഗത്തുനിന്ന്, സാനുമാഷ്ട ഭാഗത്തുനിന്നൊക്കെ ഇത്തരം വിമർശനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇവിടെ ദൗർഭാഗ്യകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ 75 വയസ്സ് പിന്നിട്ടവരാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ യുവ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ യുവാക്കളായിട്ടുള്ള എഴുത്തുകാർക്ക് ഇക്കാര്യത്തിൽ എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഉണ്ണിയാർ, അതുപോലെ തന്നെ KR മീര, ബെന്യാമിൻ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രൻ ഇതുപോലെയുള്ള യുവ എഴുത്തുകാരൊന്നും ഒരഭിപ്രായവും പറയുന്നില്ലല്ലോ. അവരൊക്കെ അശോകൻ ചെരുവിലിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയും പിണറായി വിജയനെ മണിയടിച്ചു കഴിഞ്ഞാൽ, അവരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ട് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അത്തരം തോന്നലുകളുള്ള എഴുത്തുകാർ എല്ലാവരും മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണല്ലോ. അപ്പുറത്ത് ഇനി തങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ തങ്ങൾക്കിനി ഒന്നും കിട്ടാനില്ല എന്ന് ബോധ്യമുള്ള ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്നൊരു വിമർശനം എനിക്ക് കാര്യത്തിലുണ്ട്. വേണ്ടതില്ല എന്ന തീരുമാനത്തിൽ നിന്നാകാം എന്നത് ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെയും ആവാം. ഞാനതൊന്നും അതിനൊന്നും തെറ്റായി കാണുന്നില്ല. ഇനി ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പദവികളുടെയോ ഒരു തരത്തിലുള്ള അംഗീകാരങ്ങളുടെയോ ആവശ്യമില്ല എന്ന തോന്നൽ നിന്ന് വളരെ ക്രിയാത്മകമായിട്ടുള്ള സധൈര്യമുള്ള ഒരു പ്രതികരണം തന്നെ ആയിരിക്കാം. പക്ഷെ ഞാൻ അത്തരം വിമർശനം ഉന്നയിക്കാൻ കാരണം, മാധു ഉന്നയിച്ച ചോദ്യത്തിലുണ്ട് 7 വർഷക്കാലമായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എവിടെയും കേട്ടിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞു. ശരിയാണ്, കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയ്ക്ക് വിമർശനം ഉന്നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളും ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അടിച്ചമർത്തലുകളുണ്ട്, മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള കേസെടുക്കലുകളുണ്ട്, മനുഷ്യത്വരഹിതമായിട്ടുള്ള അവരുടെ മുന്നണിക്ക് അകത്ത് നിന്ന് തന്നെ പരാതിയുള്ള എന്താ പറയുക, ചില എൻകൗണ്ടർ കില്ലിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെയുള്ള സാഹചര്യങ്ങളിലൊന്നും കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരൊന്നും പ്രതികരിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം. ഇവിടെ അത്തരത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്ന സാഹചര്യങ്ങളിലൊക്കെ കേരളത്തിന് പുറത്തുള്ള സാഹചര്യങ്ങളെ കുറിച്ച് വാചാലരാകുകയും, ഇപ്പോൾ ഡിമോണിറ്റൈസേഷനെ കുറിച്ച് MT വാസുദേവൻ നായർ വിമർശനം ഉന്നയിച്ചു. ശരിയാണ്, ഞങ്ങൾ അദ്ദേഹവുമായി കലഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് MT വാസുദേവൻ നായർ ഉന്നയിച്ച വിമർശനം ഇന്ത്യയിലെ ഡിമോണിറ്റൈസേഷനെ കുറിച്ചല്ല, അത് മെക്സിക്കോയിലെ ഡിമോണിറ്റൈസേഷനെ കുറിച്ചാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ന്യായങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ശരിക്കും MTയുടെ വിമർശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ ഗോവിന്ദനൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ തോന്നുന്നത് അത് നിങ്ങൾ മസിനഗുഡി വഴിക്ക് ഊട്ടി പോയി പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, അത്തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് പറയുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. നമുക്ക് 20 വർഷം മുമ്പുള്ള വിമർശനം വീണ്ടും MT ഉന്നയിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് വാസ്തവത്തിൽ MT അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? MTയെ പോലെ ഒരു മനുഷ്യന്റെ ചിന്താശക്തിയെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടുള്ള പരാമർശമല്ലേ ഗോവിന്ദ മാഷ് നടത്തിയത്? 20 വർഷം മുമ്പ് MT നടത്തിയ
പ്രസ്താവനയ്ക്ക് ഇപ്പോഴും റെലവൻസ് ഉള്ളത് കൊണ്ടാണല്ലോ വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത്. ഈ വീണ്ടും ഇവർ ആവർത്തിക്കുന്നതും പിന്നെ ലീലാവതി ടീച്ചർ ഉൾപ്പെടെ അല്ലെങ്കിൽ സാനു മാസ്റ്റർ ഉൾപ്പെടെ മുകുന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് MTക്ക് ഒപ്പം നിന്ന് നിലപാട് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ നിലപാട് പറയുന്നത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള മനോവികാരമാണ് ഇവരിപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാൻ CPMന് കഴിയില്ല. കാരണം CPM എക്കാലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് വളരെ അസഹിഷ്ണുതാപരമായിട്ടുള്ള നിലപാടാണ് കേരളത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ബംഗാളിലെ അവസ്ഥ ഇതായിരുന്നു. മഹാശ്വേതദേവി ഉന്നയിച്ചുള്ള വിമർശനം ഓർമ്മയില്ലേ? നന്ദിഗ്രാമവുമായി ബന്ധപ്പെട്ട് മഹാശ്വേതദേവി ഉന്നയിച്ചുള്ള വിമർശനം, അതിനോട് ഇവരുടെ നിലപാട് എന്തായിരുന്നു? ബംഗാളിലെ സാഹിത്യകാരന്മാർ നടത്തിയിട്ടുള്ള മാർച്ച്, റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് നടത്തിയ മാർച്ചൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കേരളവും ചെന്നെത്തുകയാണ്. ഈ ഇടതുപക്ഷം എല്ലാ കാലത്തും ഇവർ പറയുന്നുണ്ട് ഞങ്ങളെ പാർട്ടി ഈ വിഗ്രഹവൽക്കരണത്തിനെതിരാണ്, വ്യക്തിപൂജയ്ക്കെതിരാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, CPMന്റെ ഇവിടുത്തെ സമ്മേളനങ്ങളിലൊക്കെ നടക്കുന്നത് വ്യക്തിപൂജയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പോലും വിദേശ വിഗ്രഹങ്ങളെ കൊടുത്തിട്ടല്ലേ ഇവർ പൂജിക്കുന്നത്? സ്റ്റാലിനെയും ലെനിനെയും അതല്ലെങ്കിൽ ചെഗുവേരയും ഒക്കെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് വ്യക്തിപൂജ നടത്തുന്നത് ആരാണ്? ചെഗുവേരെ ഇവിടെ വലിയൊരു വിഗ്രഹമാക്കി പൂജിക്കുന്നത് ആരാ? DYFIയും CPM ഒക്കെ അല്ലേ? ചെഗുവേരയുടെ ചിത്രമുള്ള എന്തോ ഒരു സംഗതി ഇവിടെ ഒരു ഷോപ്പിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ഷോപ്പ് തല്ലിപ്പൊളിച്ചത് ആരാണ്? ചെഗുവേര ഇവിടെ അപമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവഹേളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ്? അപ്പോൾ ചെഗുവേരയെ വിഗ്രഹവൽക്കരിച്ച, സ്റ്റാലിനെ വിഗ്രഹവൽക്കരിച്ച, ലെനിനെ വിഗ്രഹവൽക്കരിച്ച അതേ ആളുകൾ നമ്മൾ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നിന്റെ ചിത്രം പോലും CPMന്റെ പാർട്ടി സമ്മേളനങ്ങൾ ഉയർത്തുന്നവരാണ്. അവർ ഈ വിഗ്രഹവൽക്കരണത്തിനും വ്യക്തിപൂജയ്ക്കും ഒക്കെ എല്ലാ കാലത്തും അനുകൂലം തന്നെയായിരുന്നു. വിഗ്രഹവൽക്കരണത്തിനോ വ്യക്തിപൂജയ്ക്കോ എതിരായിട്ട് നിലപാടുകൾ സ്വീകരിച്ച സാഹിത്യകാരന്മാരോട് വളരെ ഏതൊക്കെ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് MN വിജയന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. MN വിജയന്റെ അനുഭവം മുന്നിലുണ്ടല്ലോ. പാർട്ടി ഉണ്ടാകും, പാർട്ടി ഓഫീസുകൾ ഉണ്ടാകും, പതാകയുണ്ടാകും, പക്ഷേ ജനങ്ങൾ ഉണ്ടാകില്ല എന്ന് MN വിജയൻ ഓർമ്മിപ്പിച്ചപ്പോൾ ആ MN വിജയനോട് ഏത് രീതിയിലാണ് പിണറായി വിജയനും സംഘവും പ്രതികരിച്ചത്? MN വിജയൻ അന്തരിച്ചപ്പോൾ MN വിജയൻ നല്ലൊരു അധ്യാപകനായിരുന്നു എന്ന് അനുശോചിച്ച മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നമുക്ക് ഓർമ്മയില്ല, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പക്ഷേ MN വിജയന്റെ അധ്യാപന വൃത്തിയെ മാത്രം വിലയിരുത്തി അദ്ദേഹത്തിന് അനുശോചന കുറിപ്പ് തയ്യാറാക്കിയ ആളായിരുന്നു പിണറായി വിജയൻ. ഇനി നാളെ MTയോ സാനു മാസ്റ്ററോ അതല്ലെങ്കിൽ ലീലാവതി ടീച്ചറോ ഒക്കെ വിടവാങ്ങുന്ന സമയത്ത് ഇവരുടെ അനുശോചന പ്രസംഗം എങ്ങനെയായിരിക്കും എന്ന് സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കയുണ്ട്. ശരി ശരി.